അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പ്രത്യേകതരം ചിന്തകളും ജീവിത ശൈലിയുമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വാശിയും കുനിറ്റും പോരും എല്ലാം ഒന്ന് മാറ്റിവെക്കുക. മനുഷ്യനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ അതേ സ്വരത്തിൽ തന്നെയാണ് മറ്റുള്ള ജീവജാലങ്ങളെയും നാം സ്നേഹിക്കണം. അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായതാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ എവിടെ സഞ്ചരിക്കുമ്പോഴും പല കാഴ്ചകളും നാം കണ്ണുകൊണ്ട് കാണേണ്ടിയിരിക്കുന്നു. സീറു ഫിൽ അർള്, ഭൂമിയിലൂടെ സഞ്ചരിക്കുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളെ കാണുക എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിക്കുന്നത് ചെറിയ ലവ് ബേർഡ്സ്, പക്ഷിക്കൂട്ടങ്ങളെയാണ്. അവയുടെ ശരീരഭാഗങ്ങളിലേക്കും അവയുടെ നിറത്തിലേക്കും അവയുടെ ഭംഗിയിലേക്കും ഒന്ന് നോക്കൂ. എന്തൊരു അത്യാത്ഭുതമാണ് അള്ളാഹുവിൻ്റെ പടപ്പ്. ഏതൊന്നിലേക്ക് നോക്കുമ്പോഴും ഒരുവനായ ഇലാഹിനെ ഓർമ്മ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഐറ്റം പക്ഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേരാണ് ഒട്ടകപ്പക്ഷി. പക്ഷികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയതും ആരോഗ്യമുള്ളതുമായ ഒരു പക്ഷിയാണിത്. ആളൊരു ഭീകരൻ തന്നെയാണ്. എന്നാൽ ഈ ഒരു പക്ഷിയിലേക്ക് നോക്കുമ്പോഴും നമുക്ക് ഓടി വരേണ്ട ഒരു ചിന്ത റബ്ബുൽ ആലമീനായ തമ്പുരാനെയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ സൃഷ്ടിപ്പ് എന്ന് നാം ആലോചിക്കണം. അതുപോലെ തന്നെ പല മത്സ്യങ്ങളെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ നട്ടെല്ല് വരെ, മുള്ളുവരെ ഗ്ലാസ് പോലെ കാണുന്ന രൂപത്തിൽ അള്ളാഹു പടച്ചിരിക്കുന്നു. പല കളർ ഐറ്റം മീനുകൾ, ചെറുതും വലുതുമായി ഒരുപാട് മീനുകൾ അള്ളാഹു പടച്ചിട്ടുണ്ട്. മത്സ്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? അത് കണ്ടുകൊണ്ട് നാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്. ഇനി ഈ ഒരു ഐറ്റം നോക്കൂ. വലിയ ഒരു ഒട്ടകത്തെയാണ് കാണുന്നത്. ഈ ഒട്ടകം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ളതാണല്ലോ. പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെ എങ്ങനെയാണ് അതിനെ പടച്ചിട്ടുള്ളതെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒട്ടകം, അതിൻ്റെ രൂപം, അതിൻ്റെ ഭക്ഷണ രീതി, അതിൻ്റെ എല്ലാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രൂപാകൃതിപ്പെട്ടിട്ടുള്ളത്, അള്ളാഹു അതിനെ പടച്ചു വെച്ചിട്ടുള്ളത് എന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകത്തെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ വേണ്ടപ്പെട്ട ഒരു മൃഗം. അപ്പോൾ ആ ഒട്ടകത്തെക്കുറിച്ച്, ആ ഒട്ടകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന വലിയ മലകൾ, അവയുടെ മുകളിൽ കയറിങ്ങനെ നോക്കിയാൽ പച്ച പരവതാനി വിരിച്ചതുപോലെ പരന്നു കിടക്കുന്ന ഭൂമി നമുക്കിങ്ങനെ കാണാം. എന്താണ് അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്? അവിടെ നിന്ന് നോക്കുമ്പോൾ അള്ളാഹുവിനെ കാണണം, അള്ളാഹുവിനെ മനസ്സിലാകണം. എല്ലാം പടച്ച് പരിപാലിക്കുന്ന നാഥനായ, ഏകനായ, ഒരുവനായ അള്ളാഹുവിനെ നാം കണ്ടെത്തണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പടച്ചിട്ടുള്ളത്. മനസ്സുകൊണ്ട് ചിന്തിക്കുക, അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മനസ്സിലാക്കാനും ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റേത് മനസ്സിലാക്കിക്കൊണ്ട് കണ്ട് തിരിച്ചറിഞ്ഞ് ജീവിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.